ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ, ഞാനും എൻ്റെ മക്കളും കൂടെ. അപ്പോൾ എൻ്റെ യാത്ര എവിടേക്കാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. ഞങ്ങളിതാ കടയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. കടയിൽ കയറി നമ്മൾ നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുകയാണ്. ഈത്തപ്പഴം, പൊട്ടുകടലയും പഞ്ചസാരയും, അജ്മീർ മിഠായി. ഓക്കെ, പിടിക്ക്. എത്രയേക്കാ? അപ്പം ഞങ്ങളെ അവിടെ പള്ളിയിലേക്ക് നേർച്ച സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇതാ ശ്രീകുട്ടിയുണ്ട്, ഭയങ്കര വികൃതിയാണ്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എൻ്റെ മനസ്സിൽ ഞാൻ എന്താണോ വിചാരിച്ചത് അത് നടന്നതുകൊണ്ട് ഞങ്ങളിത് അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ നടന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. ഇതാണ് പള്ളി, കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വടകര പള്ളിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു 2 വർഷം മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സഫലീകരിച്ചു. അതായത് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നും പിന്നെ എൻ്റെ മകളുടെ ഹാർട്ട് ഓപ്പറേഷൻ നല്ല രീതിയിൽ നടക്കണമെന്നും പറഞ്ഞിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. അപ്പോൾ അത് നടന്നു. അപ്പോൾ ഞങ്ങളിത് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഒരുപാട് അന്ന് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളത് കാല് കഴുകാൻ പോവാണേ. അതാ അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കാല് ബാഗ് എടുക്കട്ടെ കേട്ടോ. ബാ പോവാം. മതി. കാലൊക്കെ കഴുകിയിട്ട് ഇവിടെയാണ് വടകര ഉപ്പാപ്പയുള്ളത്. സൗണ്ട് പോയതുകൊണ്ടേ ഒന്നും സംസാരിക്കാൻ പറ്റണില്ല എനിക്ക്. ഈ പള്ളിയുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് വടകര ചിറ്റൂരാണ് കേട്ടോ. ചിറ്റൂർ വടകര പള്ളി എന്ന് പറയുന്നത് കുറച്ച് ഫേമസ് ആണ്. ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ മനസ്സിൽ ഇവിടെ വടകര ഉപ്പാപ്പൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്കൊരു അനുഭവമാണ്, അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു. ഞായറാഴ്ചയാണ് ഞാൻ പോയത്. എന്നിട്ടടക്കം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ഇവിടെ വണ്ടികളുടെയൊക്കെ വണ്ടികളുടെ എണ്ണം വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ ഇന്നും ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടി. അതും ഒരു നേർച്ച തന്നെയാണ്, ഒരു ഫാമിലിൻ്റെ നേർച്ചയായിരുന്നു. പിന്നെ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ നേർച്ചയ്ക്കായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈന്തപ്പഴം, പഴം, പിന്നെ പൊട്ടുകടല, പഞ്ചസാര, പിന്നെ ഒരു മിഠായി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ പോയി ആദ്യം കടയിൽ നിന്ന് മേടിച്ചിട്ട് വന്നു. എന്നിട്ട് ഉസ്താദ് അത് പ്രാർത്ഥിച്ചു. അതിന് ശേഷം കുറച്ച് ഇവിടെ വെക്കാനും ബാക്കി വീട്ടിൽ കൊണ്ടുപോകാനും പറഞ്ഞു. അങ്ങനെയാണ് ഞാനിത് ഇവിടെ പൊട്ടിച്ചിട്ട് അവിടെ വെക്കാനുള്ളത് എടുത്ത് വയ്ക്കുകയാണ്. ബാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുകയാണെങ്കിൽ പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എല്ലാവർക്കും ചിലപ്പോൾ വടകര ഉപ്പാപ്പന് വിശ്വാസമായിന്ന് വരില്ല. ഇത് വിശ്വാസമുള്ളവർക്കിടയിലേക്കാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എനിക്ക് വിശ്വാസമാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാവരും ഞങ്ങളെയും ഉൾപ്പെടുത്തണം. അതുപോലെ തൊണ്ടവേദന നല്ലോണം ഉണ്ട് ഈ മഴയൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ കുറച്ച് ചുടുവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ വെള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമാണ് അവിടുത്തെ പള്ളിയിൽ. ഒരു ദിവസം നിങ്ങളെല്ലാവരും വരിക, പള്ളിയിലൊക്കെ പോയി നോക്കുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്നൊക്കെ അറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് ഓരോരുത്തർക്കും കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ നമ്മളൊരു നിയ്യത്ത് വെക്കുക, ഇത്ര പേർക്ക് നമ്മൾക്ക് ഭക്ഷണം വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അല്ലാണ്ട് ഇത്ര പേർക്ക് വെക്കണം, ഒരുപാട് പേർക്ക് വെക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഇതിൽ കുറച്ച് പേർക്ക് ഭക്ഷണം കൊടുത്താൽ അതന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ശ്രീകുട്ടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പിണക്കങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ കുട്ടികളാണ്, ഇണങ്ങലും പിണങ്ങലും ഒക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, അതുതന്നെയാണ് എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.